ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് സദ്യ കൂട്ടുകറി. സദ്യ കൂട്ടുകറി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് തൃശ്ശൂർ സ്റ്റൈലല്ല എന്ന് മാത്രം. അത് ഞാൻ ചെന്നാ ദാൽ വെച്ചിട്ട്, അതായത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ കൂട്ടുകറി വെക്കുമ്പോൾ അതിൽ കടലപ്പരിപ്പിന് പകരമായിട്ട് കടലയാണ് ഇടുന്നത്. ബ്രൗൺ കടലയില്ലേ, അതാണ് ഇടുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് വീനാസ് കറികളിൻ്റെ വക കൂട്ടുകറി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഓണം റെസിപ്പീസ് എല്ലാം, അതായത് ഇന്നത്തെ റെസിപ്പി അടക്കം 110 റെസിപ്പിയുടെ ലിങ്ക് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലവർക്ക് ഈ പ്ലേലിസ്റ്റ് നോക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ കൂട്ടുകറി, സദ്യ കൂട്ടുകറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൃശ്ശൂർ സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് കടലയാണ്. ഇത് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. രാത്രി വെള്ളത്തിലിടാൻ പറ്റിയില്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 4-5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. ഇതിപ്പോൾ 1/2 ഗ്ലാസ് കടലയാണ് അളവ് കേട്ടോ. 1/2 ഗ്ലാസ് കടല എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സമയം കൂടുതൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും ഈ കടലയ്ക്ക് ഒരു വളിച്ച മണം പോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലും കറിക്ക് രുചിയിൽ വ്യത്യാസം വരും, അതേപോലെ തന്നെ വാസനയിലും വ്യത്യാസം വരും. അതെപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചക്കായ, അതുപോലെ തന്നെ കുറച്ച് ചേന. ഇത് അത്ര വലിയ മൂത്ത പച്ചക്കായൊന്നുമല്ല, നല്ല വിളഞ്ഞ പച്ചക്കായാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചേനയും കായും നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് മീഡിയം പീസസ് ആയിട്ട് അങ്ങ് മുറിക്കണം. ആദ്യം നമുക്ക് കായ മുറിക്കാം. ഉള്ളിലത്തെ കറുത്തതൊന്നും ഞാൻ കളയുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. കൂട്ടുകറിയല്ലേ, എന്തായാലും കാണൂല. ഓക്കെ, അതുപോലെ തന്നെ ചേന ഇത്രയും മുഴുവൻ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്. സദ്യക്ക് വിളമ്പുമ്പോൾ ഒരു 10 പേർക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അളവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതേസമയം നല്ല കൂടുതൽ കറി ഉപയോഗിക്കുന്ന സാധാരണ ദിവസത്തിലൊക്കെ ആണെങ്കിൽ ഒരു 5 പേർക്കുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ, ഓണം വിഷു ഒക്കെ ആകുമ്പോൾ നമ്മൾ സദ്യയിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 10 പേർക്ക് തികയും. ഓക്കെ, അപ്പോൾ ചേനയും കായും ഇതുപോലെ മീഡിയം പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടല വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് ഈ കടല ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിലർ പറയും ഈ കടലയിലും പരിപ്പിലും പയറിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കുക്കാവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ അത് പണ്ടത്തെ കാലത്താണ്, കുക്കറൊന്നും ഇല്ലാത്ത സമയത്താണ്. ഇതിപ്പോൾ കുക്കറിൽ ഇടുമ്പോൾ ഉപ്പൊക്കെ ചേർത്ത് അങ്ങ് വേവിക്കാം. കാരണം ഉപ്പ് ചേർത്ത് വേവിക്കുമ്പോഴാണ് ആ കടലയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ബ്ലാൻഡ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ക്യാമറ ഓഫായി പോയിട്ട് ഞാൻ ഇതിലോട്ട് 2 നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം, അല്ലാണ്ട് കാശ്മീരി മുളക് പൊടി ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് 5 വിസിൽ വരെ വേവിക്കാം. അതിനുശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു 5 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. ഞാൻ കുക്കർ അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വേവിച്ചാലും മതി. ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് വേവിക്കുന്നത്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള മൺകലമോ അല്ലെങ്കിൽ കൽച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. അതിലേക്കും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം ഞാൻ 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആകെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചേനയും കായയും നന്നായി കുക്കായിട്ടുണ്ട്. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം കേട്ടോ. കറക്റ്റ് വെള്ളമായിരുന്നു, വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കടല ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. 5 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രഷറൊന്ന് മാറട്ടെ, അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അങ്ങ് മിക്സിയിൽ അങ്ങ് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങയാണ്. തണുപ്പുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത് അരയ്ക്കുമ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. 5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ. പിന്നെ ഇത് നമ്മൾ മോരുകറിയൊക്കെ അരയ്ക്കണ പോലെ വളരെ നൈസാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം
ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ്, അതായത് ക്യൂമിൻ സീഡ്സ് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അരച്ച് കൊണ്ടുവരട്ടെ. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, തേങ്ങയും ജീരകവും കൂടിയ കൂട്ട് ഇതിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടി കണ്ട് ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് ഈ കടലയും അതുപോലെ തന്നെ കായയും ചേനയും കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാം. ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടല ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മുടെ കായയും ചേനയും ചേർത്ത് കൊടുക്കാം. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇത് കാണുമ്പോൾ വലിയ കഷ്ണങ്ങളായി തോന്നും, പക്ഷേ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇത് ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യണം, അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം. നമുക്ക് തീ ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലോട്ട് തീ വെക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ഒരുപാട് അങ്ങ് നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങ വറുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം. മാത്രമല്ല ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു സംഭവം ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താണെന്നറിയാമോ, ശർക്കര. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര, നിങ്ങൾ ആദ്യമായിട്ട് ശർക്കര വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല അതിൽ മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര ജസ്റ്റ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സിറപ്പാക്കുക, പാനിയാക്കുക, അതിനുശേഷം അരിച്ചൊഴിച്ചാൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ശർക്കര ആയതുകൊണ്ട് അതിലൊട്ടും തന്നെ മണ്ണില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ശർക്കര നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചേർത്താലും മതി, ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ശർക്കരയുടെ അളവ് ഡിപ്പെൻസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയിലത്തെ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം അനുസരിച്ച് ശർക്കര, അപ്പോൾ ഒരു അച്ചി ശർക്കര ഞാൻ ഇപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 അച്ച് ഇട്ടിട്ടുള്ളൂ. അത് വലിയ അച്ചായിരുന്നു. അപ്പോൾ അതിലൊരു 1/4 ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ പിന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ എന്തിനാണെന്നറിയാം ഇങ്ങനെ മിക്സ് ചെയ്തത്, കാരണം ഈ ശർക്കര ഉരുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുക്കിയിട്ടുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ടങ്ങ് തിളയ്ക്കണം. ഈ നമ്മൾ ചേർത്തിരിക്കുന്ന ആ കൂട്ടിൻ്റെ, അതായത് തേങ്ങാക്കൂട്ടിൻ്റെ ആ ഒരു പച്ച രുചിയൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തേങ്ങ അങ്ങ് വറുത്തെടുക്കണം. അതിന് വേണ്ടി വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിൽ ജോലി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാത്രങ്ങൾ മാറ്റി മാറ്റി വെക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഒഴിവാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു നാടൻ കറിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാദ് കിട്ടൂ. ഓക്കെ, ഞാനിപ്പോൾ ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം, അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടാവുന്നുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്വാദ് കൂടും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ എപ്പോഴും ചെറിയ തീയിൽ വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക്, ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒട്ടും തണുപ്പില്ലാത്ത തേങ്ങ. തേങ്ങയുടെ അളവ് ഇത്തിരി കൂടുതൽ വേണം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നതിന് എത്ര ചേർത്തു എന്ന്, 15 ടേബിൾ സ്പൂൺ തേങ്ങ. നിങ്ങൾ തേങ്ങയുടെ അളവ് കാണുമ്പോൾ ഞെട്ടരുത്, കാരണം നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്ന കൂട്ടുകറിയിൽ നല്ലോണം തേങ്ങയുണ്ട്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ 15 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇന്ന് ഈ കറിക്ക് വേണ്ടിയിട്ട് 1.5 തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം അല്ലെങ്കിൽ താഴത്തെ ഭാഗം മാത്രം അങ്ങ് കരിഞ്ഞു പോകും, മേലത്തെ ഭാഗം അങ്ങ് ബ്രൗൺ ആവില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ അവസാനം നമ്മൾ ഇതിലോട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കും. അത് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മാത്രം. ആ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ അപ്പുറത്തുള്ള അടുപ്പിൽ ഇളക്കാൻ മറക്കരുത്. വെള്ളമൊക്കെ നന്നായി വറ്റട്ടെ. വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. കുറച്ചും കൂടെ വറ്റാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവസാനം നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള കൂട്ടുകറി ആയിരുന്നു. അതിൽ ഞാൻ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈലിലുള്ള സദ്യ കൂട്ടുകറി കേട്ടോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ, എന്നാൽ പോലും ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനിയൊരു 10 മിനിറ്റും കൂടി എടുക്കും കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടാൻ. അത്യാവശ്യം ആവാറായിട്ടുണ്ട്.
പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ കിട്ടുന്ന ഗ്രേറ്റഡ് തേങ്ങ, അതായത് ചിരകിയ തേങ്ങ വളരെ നൈസായിട്ടാണ് ഇവിടെ ചിരകി കിട്ടാറുള്ളത്. അതേസമയം ചില കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ വളരെ വലുതായിട്ട് അങ്ങ് ചിരകി കിട്ടാറുണ്ട്. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അടിക്കണം, അപ്പോഴാണ് നല്ല നൈസായിട്ടുള്ള തേങ്ങ കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള തേങ്ങ എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ചിരകുമ്പോൾ വളരെ നൈസായിട്ടാണ് ചിരകാറുള്ളത്. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നേരം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കയ്പ്പ് രസം വരും തേങ്ങയ്ക്ക്, അതും സൂക്ഷിക്കണേ. അപ്പോൾ ഈ ഒരു നല്ലൊരു കളറും നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട് മുഴുവനും ഈ തേങ്ങയുടെ വാസനയാണ്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ അതിൽ 1/2 ടീസ്പൂണല്ലേ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ എരിവനുസരിച്ച് മാറ്റം വരുവേ. അപ്പം അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി വേണം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും ചേനയും കായും ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റോളം ഇതൊന്നും വഴറ്റി കൊടുക്കണം കേട്ടോ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഈ തേങ്ങയുടെ കൂട്ടങ്ങ് എത്തണം. ഇനി ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഉടച്ച് വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ മധുരം നോക്കുക. ഞാൻ പറഞ്ഞ പോലെ മധുരം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി. ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടേ, ഒരിച്ചിരി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ആ കായയും ചേനയും നന്നായി ഉടഞ്ഞ കാരണം, നന്നായി കുക്കായിട്ടുള്ള കാരണം നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്തപ്പോഴേക്കിനും അത്യാവശ്യം നന്നായി മിക്സ് ആയിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാണ് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലിട്ട് മിക്സ് ചെയ്തപ്പോൾ അത് വളരെ നൈസായിട്ട് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ദേ നമ്മുടെ കൂട്ടുകറി ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫൈനലായിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ചൂടോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നേരത്തേക്കാളും ഗംഭീരമായി കേട്ടോ, പറയാൻ വാക്കുകളില്ല, അത്രയും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള സദ്യ റെസിപ്പീസിൻ്റെ കംപ്ലീറ്റ് ലിങ്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ റെസിപ്പീസിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലേലിസ്റ്റ് പലർക്കും എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. 109 ഇതടക്കം 110 റെസിപ്പീസ് ഉണ്ട് നമുക്ക്, സദ്യ സംബന്ധമായുള്ള റെസിപ്പീസ്. അപ്പോൾ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കി നോക്കാൻ മറക്കരുത് ഈ ഓണത്തിന്. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നതാ. നാൻസിയുടെ ഒരു കാര്യം, നാൻസി വലിയ കാര്യം റെക്കോർഡ് ചെയ്യാൻ വന്നിട്ട് ഞാൻ എല്ലാ വർത്താനം പറഞ്ഞിട്ട് ഒക്കെ പോയി അവള് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാറില്ലേ കാച്ചി ഇടുന്നോട്ട് കാണാലോ. അപ്പൊ സാഗോ പായസം ഉണ്ടാക്കി അതിന്റെ ഇൻട്രോ എടുത്തിട്ട് ആ വേഷത്തിൽ തന്നെ അടുക്കളയിൽ വന്ന് കുക്ക് ചെയ്തോണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വേണ്ടി സാരി എടുത്തിട്ട് കുക്കിംഗ് ചെയ്യുന്നതാണ്. അതിന് സംഭവം പിള്ളേർ വരാറായി സ്കൂളിൽ നിന്ന്. അവര് വരുമ്പോഴേക്കും ചക്ക റെഡിയാക്കണം, മീൻകറിക്ക് താളിച്ച് ചേർക്കണം, പിന്നെ എന്താ അത്രേ ഉള്ളൂ. റെഡി ചെയ്യണം. പിന്നെ മറ്റേ ടൊമാറ്റോ ദോശക്കുള്ളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ദോശ ഞാൻ ഇട്ടിട്ടില്ല വീഡിയോ. ഇട്ടിട്ടില്ല. അടുത്തത് അതാണ്. അതല്ല, ഓണം കഴിഞ്ഞിട്ട്. ഓണം കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഓണമായി സംബന്ധപ്പെട്ടുള്ള ഞാൻ ചിക്കനൊക്കെ വെക്കണം. പിന്നെ വിചാരിച്ചു ഓണായിട്ട് ചിക്കൻ വെച്ച് കഴിഞ്ഞാ ശരിയാവില്ല. ചിലവർക്ക് ഉണ്ട് കേട്ടോ, ചിക്കനോ അല്ലെങ്കിൽ മീനോ അങ്ങനെ. അത് നമ്മുടെ ഏരിയയിലൊക്കെ വെജിറ്റേറിയൻ തന്നെയാ ഓണത്തിന്. ചില ഏരിയയിൽ പക്ഷെ നോൺ വെജ് കഴിക്കും. സൈഡില് വെക്കും. വീട്ടിലൊന്നും കഴിച്ചൂല. അമ്മ ശരിയാക്കും.